എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാമ്പാർ ചീര കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഇത് വന്നിട്ട് നമുക്കൊരു ഒഴിച്ചുകറിയായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ ചീരയാണ്, അഥവാ സിലോൺ ചീര എന്നും പറയും. അപ്പോൾ ഈ ഒരു ചീരയ്ക്ക് വന്നിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. സാധാരണ എല്ലാ ഇലക്കറികൾക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിൽ നിന്നുമൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള ഒന്നാണ് ഈ ഒരു സാമ്പാർ ചീര എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പൂവുള്ള ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ടൊക്കെ വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ചീര വന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ കഴുകിയതിന് ശേഷം അരിയാൻ നോക്കുക. കാരണം ഇതിൽ ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരിഞ്ഞതിന് ശേഷം കഴുകുന്നതിനേക്കാട്ടിലും നല്ലത് കഴുകിയതിന് ശേഷം അരിയുന്നതാണ്. അപ്പോൾ അത് കറി വയ്ക്കുന്ന സമയത്ത് ആ ഒരു വഴുവഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. അത് കാര്യമാക്കണ്ട. പിന്നെ ഈ ഒരു സാമ്പാർ ചീരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെന്ന് വരികിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പിന്നെ ഈ ഒരു ചീര വന്നിട്ട് സാധാരണ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന ഒന്നാണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചീര വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഇളം തണ്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചീര നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു വേരോട് കൂടി എങ്ങനെ പറിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു തലഭാഗം വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ പൊട്ടിക്കിളിർത്ത് വരും. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമുക്ക് ചീര എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ ചീരയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പും കൂടി തയ്യാറാക്കിയതിന് ശേഷം വേണം ഈ ഒരു കറി റെഡിയാക്കാനായിട്ട്. കാരണം ഈ ഒരു ചീര വന്നിട്ട് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്ന ഒന്നാണ്. അപ്പം ഞാൻ ഇവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുവിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചീരക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ചീരയിലുള്ള വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ഈ ഒരു ചീര ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഉപ്പ് ചേർക്കരുത്. കാരണം ഈ ഒരു ചീര വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. ആ ഒരു ചീരയെല്ലാം നല്ലപോലെ വാടി അതിൻ്റെ ആ ഒരു അളവ് നല്ലപോലെ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഇവിടെ അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയതേ ഉള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ചീരയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പരിപ്പാണ്. ഇത് വന്നിട്ട് പയറുപരിപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പയറുപരിപ്പ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 80% ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്ന പരിപ്പാണ്. ഇത് നമുക്ക് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു വെള്ളം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ബാക്കി ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു പരിപ്പെല്ലാം ആദ്യമേ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പരിപ്പും ഇതൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ആ ഒരു അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാകും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. സൈഡ് ഡിഷായിട്ട് മാത്രമല്ല, ഒഴിച്ചുകറിയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കറി അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സൈഡ് ഡിഷായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദാ ഇവിടെ സ്റ്റവ് ഓഫാക്കിയാണ്. ഇതിപ്പോൾ ആ ഒരു ചട്ടിയുടെ ചൂടിൽ കിടന്ന് തിളയ്ക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ചീര വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.